സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് വ്യാഴം, ജൂപ്പിറ്റർ. ഏറ്റവും ചെറിയ ഗ്രഹം ഏത്? സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് വ്യാഴം. ഏറ്റവും ചെറിയ ഗ്രഹം ഏത്? ബുധൻ അഥവാ മെർക്കുറി ആണ് സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന ചന്ദ്രദിന ക്വിസ്. തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ചന്ദ്രദിന ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. 80 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. സൗരയൂഥത്തിൽ ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹങ്ങൾ ഏതൊക്കെ? സൗരയൂഥത്തിൽ ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹങ്ങൾ ഏതൊക്കെ? ഭൂമി മാത്രം. ഭൂമിക്ക് മാത്രമാണ് സൗരയൂഥത്തിൽ ഒരു ഉപഗ്രഹം മാത്രമുള്ളത്. സൗരയൂഥത്തിൽ ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതെല്ലാം? സൗരയൂഥത്തിൽ ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതെല്ലാം? ബുധൻ അഥവാ മെർക്കുറി, ശുക്രൻ അഥവാ വീനസ്. ഈ 2 ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങൾ ഒന്നും ഇല്ല. സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത്? സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത്? ശനി, സാറ്റേൺ. 145 ഉപഗ്രഹങ്ങളാണ് ശനി എന്ന ഗ്രഹത്തിന് ഉള്ളത്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ള രണ്ടാമത്തെ ഗ്രഹം ഏത്? ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ള രണ്ടാമത്തെ ഗ്രഹം ഏത്? വ്യാഴം, ജൂപ്പിറ്റർ. 95 ഉപഗ്രഹങ്ങളാണ് വ്യാഴത്തിന് ഉള്ളത്. ഉപഗ്രഹങ്ങളുടെ എണ്ണം സ്ഥിരീകരിക്കുന്ന അന്താരാഷ്ട്ര സ്ഥാപനം. ഉപഗ്രഹങ്ങളുടെ എണ്ണം സ്ഥിരീകരിക്കുന്ന അന്താരാഷ്ട്ര സ്ഥാപനം IAU, അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര സംഘടന, ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ. 1919 ജൂലൈ 28 നിലവിൽ വന്ന IAUവിന്റെ ആസ്ഥാനം. 1919 ജൂലൈ 28 നിലവിൽ വന്ന IAUവിന്റെ ആസ്ഥാനം പാരീസ്. പാരീസ് ആണ് IAUവിന്റെ ആസ്ഥാനം. IAU പ്രസിഡന്റ് പദവിയിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ. IAU പ്രസിഡന്റ് പദവിയിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ MK വൈനു ബാപ്പു. MK വൈനു ബാപ്പു 1979 IAU പ്രസിഡന്റ് ആയത്. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം ഏതാണ്? സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂൺ ആണ് സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം. നെപ്റ്റ്യൂണിന് എത്ര ഉപഗ്രഹങ്ങളാണ് ഉള്ളത്? നെപ്റ്റ്യൂണിന് എത്ര ഉപഗ്രഹങ്ങളാണ് ഉള്ളത്? 16. 16 ഉപഗ്രഹങ്ങളാണ് നെപ്റ്റ്യൂണിന് ഉള്ളത്. ഏതു വാതകം കൂടുതലായി ഉള്ളതിനാലാണ് നെപ്റ്റ്യൂൺ നീല നിറത്തിൽ കാണുന്നത്? ഏതു വാതകം കൂടുതലായി ഉള്ളതിനാലാണ് നെപ്റ്റ്യൂൺ നീല നിറത്തിൽ കാണുന്നത്? മീഥെയ്ൻ. മീഥെയ്ൻ വാതകം. നെപ്റ്റ്യൂണിന്റെ ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലുതേത്? നെപ്റ്റ്യൂണിന്റെ ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലുതേത്? ട്രൈറ്റൺ. ട്രൈറ്റൺ ആണ് നെപ്റ്റ്യൂണിന്റെ ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലുത്. സൗരയൂഥത്തിലെ വലിയ ഉപഗ്രഹങ്ങളിൽ ഗ്രഹത്തിന്റെ ഭ്രമണദിശയ്ക്ക് എതിരായി ഗ്രഹത്തെ ചുറ്റുന്ന ഒരേയൊരു ഉപഗ്രഹം ഏത്? സൗരയൂഥത്തിലെ വലിയ ഉപഗ്രഹങ്ങളിൽ ഗ്രഹത്തിന്റെ ഭ്രമണദിശയ്ക്ക് എതിരായി ഗ്രഹത്തെ ചുറ്റുന്ന ഒരേയൊരു ഉപഗ്രഹം ഏത്? ട്രൈറ്റൺ. നെപ്റ്റ്യൂണിന്റെ ഉപഗ്രഹമായ ട്രൈറ്റൺ. സൗരയൂഥത്തിൽ ഉപഗ്രഹങ്ങളിൽ അന്തരീക്ഷമുള്ള രണ്ടാമത് ഉപഗ്രഹം. സൗരയൂഥത്തിൽ ഉപഗ്രഹങ്ങളിൽ അന്തരീക്ഷമുള്ള രണ്ടാമത് ഉപഗ്രഹം ട്രൈറ്റൺ. നെപ്റ്റ്യൂണിന്റെ ഉപഗ്രഹമായ ട്രൈറ്റൺ. സൗരയൂഥത്തിൽ ഏറ്റവും നീണ്ട വർഷം ഏതു ഗ്രഹത്തിലാണ്? സൗരയൂഥത്തിൽ ഏറ്റവും നീണ്ട വർഷം ഏതു ഗ്രഹത്തിലാണ്? നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂണിലാണ് ഏറ്റവും നീണ്ട ഒരു വർഷം ഉള്ളത്. നെപ്റ്റ്യൂണിലെ ഒരു വർഷം ഭൂമിയിലെ എത്ര ദിവസം ചേർന്നതാണ്? നെപ്റ്റ്യൂണിലെ ഒരു വർഷം ഭൂമിയിലെ എത്ര ദിവസം ചേർന്നതാണ്? 60,182 ദിവസം. അതായത് 164 വർഷം 8 മാസം സമയം. വലിയ കറുത്ത പൊട്ട്, ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്ന ഗ്രഹം. വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ.
നെപ്റ്റ്യൂണിലാണ് വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്നത്. സൗരയൂഥത്തിൽ ഏറ്റവും വേഗമാർന്ന കാറ്റ് വീശുന്ന ഗ്രഹമേത്? സൗരയൂഥത്തിൽ ഏറ്റവും വേഗമാർന്ന കാറ്റ് വീശുന്നത് നെപ്റ്റ്യൂണിലാണ്. എല്ലായ്പ്പോഴും മണിക്കൂറിൽ 2000 കിലോമീറ്ററിലധികം വേഗത്തിൽ കാറ്റ് വീശുന്ന സൂപ്പർ വിൻഡുകളുടെ ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള രണ്ടാമത് ഗ്രഹം പ്ലാനറ്റ് ഏതാണ്? സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള രണ്ടാമത് ഗ്രഹം യുറാനസ് ആണ്. യുറാനസിന് എത്ര ഉപഗ്രഹങ്ങളാണ് ഉള്ളത്? യുറാനസിന് എത്ര ഉപഗ്രഹങ്ങളാണ് ഉള്ളത്? 28 ഉപഗ്രഹങ്ങൾ യുറാനസിനുണ്ട്. യുറാനസിന്റെ ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ടൈറ്റാനിയ എന്ന ഉപഗ്രഹമാണ്. സൗരയൂഥത്തിലെ ഏറ്റവും തണുത്ത ഗ്രഹം യുറാനസിൽ -224°C ആണ് താപനില. ഉരുളുന്ന ഗ്രഹം റോളിംഗ് പ്ലാനറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് യുറാനസിനെയാണ് റോളിംഗ് പ്ലാനറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ധ്രുവങ്ങൾ മാറി മാറി സൂര്യന് അഭിമുഖമായി വരുന്ന ഗ്രഹം യുറാനസ് ആണ്. ഐസ് ജയന്റ്സ് മഞ്ഞുഭീമന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഐസ് ജയന്റ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഗ്രഹങ്ങൾ യുറാനസ്, നെപ്റ്റ്യൂൺ ഈ 2 ഗ്രഹങ്ങളാണ്. സൗരയൂഥത്തിൽ സൂര്യനിൽ നിന്നും ആറാമത്തെ ഗ്രഹം ഏത്? ശനി. സാറ്റേൺ ആണ് സൂര്യനിൽ നിന്നും ആറാമതായി കിടക്കുന്ന ഗ്രഹം. ചുറ്റും ആകർഷകമായ വലയങ്ങളുള്ള ഗ്രഹം ഏതാണ്? ശനി, സാറ്റേൺ ആണ്. ശനിക്ക് ചുറ്റും ആകർഷകമായ നിരവധി വലയങ്ങളുണ്ട്. സൗരയൂഥത്തിൽ 100-ലധികം ഉപഗ്രഹങ്ങളുള്ള ഏക ഗ്രഹം. ഒരേയൊരു ഗ്രഹം ശനി, സാറ്റേൺ. 145 ഉപഗ്രഹങ്ങളാണ് ശനിക്കുള്ളത്. ഗ്രഹങ്ങളിൽ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ഏതാണ്? ശനി, സാറ്റേൺ ആണ് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം. വലയഗ്രഹം റിംഗ്ഡ് പ്ലാനറ്റ് എന്ന ഇരട്ടപ്പേരുള്ള ഗ്രഹം ശനി, സാറ്റേൺ ആണ് വലയഗ്രഹം അഥവാ റിംഗ്ഡ് പ്ലാനറ്റ് എന്ന ഇരട്ടപ്പേരുള്ള ഗ്രഹം. ടെലസ്കോപ്പിലൂടെ ശനി ഗ്രഹത്തെ ആദ്യമായി കണ്ട ശാസ്ത്രജ്ഞൻ ആരാണ്? ഗലീലിയോ ഗലീലി. 1610 ഗലീലിയോ ഗലീലി ശനിയെ ടെലസ്കോപ്പിലൂടെ കണ്ടത്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ ശനി വലുപ്പത്തിൽ എത്രാമതാണ്? രണ്ടാം സ്ഥാനമാണ് ശനിക്കുള്ളത്. സൗരയൂഥത്തിൽ വലുപ്പത്തിൽ 2ാം സ്ഥാനമാണ് ശനി ഗ്രഹത്തിന്. ശനി എന്ന വാതക ഭീമൻ ഗ്രഹത്തിൽ അടങ്ങിയ പ്രധാന വാതകങ്ങൾ ഏതെല്ലാം? ഹൈഡ്രജൻ, ഹീലിയം എന്നീ വാതകങ്ങളാണ് ശനി എന്ന ഗ്രഹത്തിൽ. നിങ്ങളുടെ GK ചാനൽ ഉണ്ണീസ് വിജയപാത ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യൂ. ശനിയുടെ ഏറ്റവും വലുതും നമ്മുടെ ചന്ദ്രനേക്കാൾ വലുപ്പമുള്ളതുമായ ഉപഗ്രഹം. ശനിയുടെ ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലുതും നമ്മുടെ ചന്ദ്രനേക്കാൾ വലുപ്പമുള്ളതുമായ ഉപഗ്രഹം ടൈറ്റൻ ആണ് ശനിയുടെ ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലുത്. ഇതിന് നമ്മുടെ ചന്ദ്രനേക്കാൾ വലുപ്പമുണ്ട്. ശനിയുടെ നമ്മുടെ ഭൂമിയുടേതിനു സമാനമായ അന്തരീക്ഷവും കാലാവസ്ഥയും രൂപഘടനയുമുള്ള ഉപഗ്രഹം. ശനിയുടെ ഉപഗ്രഹങ്ങളിൽ നമ്മുടെ ഭൂമിയുടേതിനു സമാനമായ അന്തരീക്ഷവും കാലാവസ്ഥയും രൂപഘടനയുമുള്ള ഉപഗ്രഹം ഏതാണ്? ടൈറ്റൻ എന്ന ഉപഗ്രഹത്തിന് അന്തരീക്ഷമുണ്ട്.
വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കുന്നത്രയും കുറഞ്ഞ സാന്ദ്രത ഉള്ള ഏത് ഗ്രഹത്തിനാണ്? വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കുന്നത്രയും കുറഞ്ഞ സാന്ദ്രതയുള്ളത് ഏതു ഗ്രഹത്തിനാണ്? ശനി. ശനിക്കാണ് സാന്ദ്രത ഏറ്റവും കുറവ്. വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കുന്നത്രയും കുറഞ്ഞ സാന്ദ്രതയാണ് ശനിക്കുള്ളത്. വലിയ വെളുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം. വലിയ വെളുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം ശനി. ശനി ഗ്രഹത്തിൽ ഇങ്ങനെ വലിയ വെളുത്ത പൊട്ട് അടയാളം കാണാം. സൂര്യനിൽ നിന്നും അഞ്ചാമത് ഏതു ഗ്രഹമാണ്? സൂര്യനിൽ നിന്നും അഞ്ചാമത് ഏതു ഗ്രഹമാണ്? വ്യാഴം അഥവാ ജൂപ്പിറ്റർ ആണ് സൂര്യനിൽ നിന്നും അഞ്ചാമത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴം, ജൂപ്പിറ്റർ ആണ് ഏറ്റവും വലിയ ഗ്രഹം. ഭൂമിയുടെ എത്ര മടങ്ങ് വലുപ്പമുള്ള ഗ്രഹമാണ് വ്യാഴം? ഭൂമിയുടെ എത്ര മടങ്ങ് വലുപ്പമുള്ള ഗ്രഹമാണ് വ്യാഴം? 1300 മടങ്ങ്. ഭൂമിയുടെ 1300 മടങ്ങ് വലുപ്പം വ്യാഴത്തിനുണ്ട്. 1300 ഭൂമി ചേർത്ത് വെച്ചാലുള്ളത്രയും വലുപ്പമുള്ളതാണ് വ്യാഴം. വാതക ഭീമന്മാരിൽപ്പെട്ട വ്യാഴത്തിലെ പ്രധാന വാതകങ്ങൾ ഏതെല്ലാമാണ്? വാതക ഭീമന്മാരിൽപ്പെട്ട വ്യാഴത്തിലെ പ്രധാന വാതകങ്ങൾ ഏതെല്ലാമാണ്? ഹൈഡ്രജൻ 75%, ഹീലിയം 24%, മറ്റു വാതകങ്ങൾ 1%. 1610 വ്യാഴത്തെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. 1610 വ്യാഴത്തെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി. ഗലീലിയോ ഗലീലിയാണ് വ്യാഴത്തെയും ആദ്യമായി കണ്ടെത്തിയത്. വാതക ഭീമന്മാർ അഥവാ ഗ്യാസ് ജയൻസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗ്രഹങ്ങൾ ഏതെല്ലാമാണ്? വാതക ഭീമന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗ്രഹങ്ങൾ ഏതെല്ലാമാണ്? വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ ഈ 4 ഗ്രഹങ്ങളാണ് വാതക ഭീമന്മാർ. സൗരയൂഥത്തിലെ മറ്റെല്ലാ ഗ്രഹങ്ങളെക്കാളും എത്രമാത്രം വലുതാണ് വ്യാഴം? സൗരയൂഥത്തിലെ മറ്റെല്ലാ ഗ്രഹങ്ങളെക്കാളും എത്രമാത്രം വലുതാണ് വ്യാഴം? 2 ഇരട്ടി വലുതാണ്. സൗരയൂഥത്തിലെ മറ്റെല്ലാ ഗ്രഹങ്ങളും ചേർത്ത് വെച്ചാലുള്ളതിൻ്റെ ഇരട്ടി വലുപ്പം വ്യാഴത്തിനുണ്ട്. വലിയ ചുവന്ന പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം. വലിയ ചുവന്ന പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം വ്യാഴം. വ്യാഴത്തിലാണ് വലിയ ചുവന്ന പൊട്ടുള്ളത്. വാതക ഭീമന്മാരെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു പേര് എന്താണ്? വാതക ഭീമന്മാരെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു പേര് എന്താണ്? ജോവിയൻ ഗ്രഹങ്ങൾ, ജോവിയൻ പ്ലാനറ്റ്സ് എന്നാണ് വാതക ഭീമന്മാരെ വിളിക്കുന്ന മറ്റൊരു പേര്. ജോവിയൻ എന്ന വാക്ക് ഏതിൽ നിന്ന് വന്നതാണ്? ജോവിയൻ എന്ന വാക്ക് ഏതിൽ നിന്ന് വന്നതാണ്? ജൂപ്പിറ്റർ. വ്യാഴത്തിന്റെ പേരായ ജൂപ്പിറ്റർ എന്ന പദത്തിൽ നിന്നാണ് ജോവിയൻ എന്ന പദം ഉണ്ടായിരിക്കുന്നത്. വ്യാഴത്തിൻ്റേത് പോലുള്ള ഗ്രഹങ്ങൾ എന്നാണ് ജോവിയൻ പ്ലാനറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭൂമിക്ക് പറയുന്ന മറ്റൊരു പേര് അറിയാമോ? ഭൂമിക്ക് പറയുന്ന മറ്റൊരു പേര് അറിയാമോ? ടെറ. ടെറ എന്ന മറ്റൊരു പേര് കൂടി ഭൂമിക്കുണ്ട്. ഭൂസമാന ഗ്രഹങ്ങൾ, ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് ഏതൊക്കെയാണ്? ഭൂസമാന ഗ്രഹങ്ങൾ അഥവാ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് ഏതൊക്കെയാണ്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നീ 4 ഗ്രഹങ്ങൾ. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ് ഈ 4 ഗ്രഹങ്ങളാണ് ഭൂസമാന ഗ്രഹങ്ങൾ, ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ്. സൂര്യനിൽ നിന്നും 4ാമത് ഏതു ഗ്രഹമാണ്? സൂര്യനിൽ നിന്നും 4ാമത് ഏതു ഗ്രഹമാണ്? ചൊവ്വ, മാർസ്. ചൊവ്വയാണ് സൂര്യനിൽ നിന്നും 4ാമതുള്ള ഗ്രഹം. ചൊവ്വയുടെ ചന്ദ്രന്മാർ അഥവാ ഉപഗ്രഹങ്ങൾ ഏതൊക്കെ? ചൊവ്വയുടെ ചന്ദ്രന്മാർ ഏതൊക്കെ? ഫോബോസ്, ഡെയ്മോസ്. ഫോബോസ്, ഡെയ്മോസ് എന്നിവയാണ് ചൊവ്വയുടെ ചന്ദ്രന്മാർ അഥവാ ഉപഗ്രഹങ്ങൾ. ഭൂമിയുടേതിനു സമാനമായ ഘടനയുള്ള ഗ്രഹം ഏതാണ്? ഭൂമിയുടേതിനു സമാനമായ ഘടനയുള്ള ഗ്രഹം ചൊവ്വ, മാർസ്. സൗരയൂഥത്തിൽ ഭൂമിയുടേതിനു സമാനമായ ഘടനയുള്ള ഗ്രഹം ചൊവ്വ. ചുവന്ന ഗ്രഹം, റെഡ് പ്ലാനറ്റ്
എന്നറിയപ്പെടുന്ന ഗ്രഹം, ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം, ചൊവ്വ, മാർസ്. ചൊവ്വയാണ് ചുവന്ന ഗ്രഹം, റെഡ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത്. എന്തിൻ്റെ വർദ്ധിച്ച സാന്നിധ്യമാണ് ചൊവ്വയ്ക്ക് ചുവപ്പ് നിറം നൽകുന്നത്? എന്തിൻ്റെ വർദ്ധിച്ച സാന്നിധ്യമാണ് ചൊവ്വയ്ക്ക് ചുവപ്പ് നിറം നൽകുന്നത്? ഇരുമ്പ് ഓക്സൈഡ്, അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യം ചൊവ്വയുടെ ഉപരിതലത്തിൽ ഉണ്ട്. ഇതാണ് ചൊവ്വയ്ക്ക് ചുവപ്പ് നിറം നൽകുന്നത്. ചൊവ്വയിൽ പകൽ ആകാശത്തിന്റെ നിറം എന്താണ്? ചൊവ്വയിൽ പകൽ ആകാശത്തിന്റെ നിറം എന്താണ്? ചുവന്ന ആകാശമാണ് ചൊവ്വയിൽ അനുഭവപ്പെടുന്നത്. ചൊവ്വയിൽ പകൽ ആകാശത്തിന് ചുവന്ന നിറമാണ്. ഉദയത്തിലും അസ്തമയത്തിലും ചൊവ്വയിലെ ആകാശ നിറം എന്ത്? സൂര്യോദയത്തിലും അസ്തമയത്തിലും ചൊവ്വയിലെ ആകാശ നിറം എന്താണ്? നീല. നീല ആകാശമാണ് ഉദയ അസ്തമയ സമയങ്ങളിൽ ചൊവ്വയിൽ കാണുന്നത്. എല്ലാം ഭൂമിയുടേതിന് വിപരീതമായി. ചൊവ്വയിലെയും സൗരയൂഥത്തിലെ തന്നെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ചൊവ്വയിലെയും സൗരയൂഥത്തിലെ മറ്റെല്ലാ ഗ്രഹങ്ങളുടെ തന്നെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഒളിമ്പസ് മോൺസ്. 21.9 കിലോമീറ്റർ ആണ് ഇതിന്റെ ഉയരം. ഒളിമ്പസ് മോൺസ്. ചൊവ്വയിലെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം. ചൊവ്വയിലെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം കാർബൺ ഡയോക്സൈഡ്. ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ 95% കാർബൺ ഡയോക്സൈഡാണ് ഉള്ളത്. ചൊവ്വയിലെ പകൽ അന്തരീക്ഷ താപനില എത്രയാണ്? ചൊവ്വയിലെ പകൽ അന്തരീക്ഷ താപനില എത്രയാണ്? പകൽ ചൊവ്വയിൽ -60°C ആണ് അനുഭവപ്പെടുന്നത്. -60°C. തുരുമ്പിച്ച ഗ്രഹം, റസ്റ്റി പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ഗ്രഹം. തുരുമ്പിച്ച ഗ്രഹം അഥവാ റസ്റ്റി പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ഗ്രഹം ചൊവ്വ. ചൊവ്വയുടെ ഉപരിതലത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ അയൺ ഓക്സൈഡ്, അതായത് തുരുമ്പ് കൂടുതലായി ഉള്ളത് കൊണ്ടാണ് ചൊവ്വയെ തുരുമ്പിച്ച ഗ്രഹം എന്ന് വിളിക്കുന്നത്. സൂര്യനിൽ നിന്നും മൂന്നാമത് ഏതു ഗ്രഹമാണ്? സൂര്യനിൽ നിന്നും മൂന്നാമത് ഉള്ളത് ഭൂമി, എർത്ത്. ഭൂമിയാണ് മൂന്നാമത് കിടക്കുന്നത്. നീലഗ്രഹം, ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത്, നീലഗ്രഹം എന്ന് വിളിക്കുന്നത് ഏത് ഗ്രഹത്തെയാണ്? ഭൂമി. നമ്മുടെ ഭൂമിയെ തന്നെയാണ് നീലഗ്രഹം എന്ന് വിളിക്കുന്നത്. ഗ്രീക്ക് റോമൻ ഇതിഹാസങ്ങളിൽ നിന്നല്ലാതെ പേരുള്ള ഏക ഗ്രഹം. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ ഗ്രീക്ക് റോമൻ ഇതിഹാസ കൃതികളിൽ നിന്നല്ലാതെ പേരുള്ള ഏക ഗ്രഹമാണ് ഭൂമി. ഭൂമിയുടെ പേര് മാത്രമാണ് അങ്ങനെ അല്ലാതെയുള്ളത്. കൂടുതൽ GK, കൂടുതൽ വിജയം. ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യൂ. സൂര്യനോടടുത്ത 4 ഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഏത്? സൂര്യനോടടുത്ത 4 ഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഏത്? ഭൂമി. ഭൂമിയാണ് സൂര്യനോടടുത്ത 4 ഗ്രഹങ്ങളിൽ ഏറ്റവും വലുത്. സൂര്യനിൽ നിന്നും രണ്ടാമത് ഏതു ഗ്രഹമാണ്? സൂര്യനിൽ നിന്നും രണ്ടാമത് ഏതു ഗ്രഹമാണ്? ശുക്രൻ അഥവാ വീനസ് ആണ് സൂര്യനിൽ നിന്നും രണ്ടാമതുള്ള ഗ്രഹം. ഭൂമിയുടെ ഇരട്ട എന്ന് അറിയപ്പെടുന്ന ഗ്രഹം, ഭൂമിയുടെ ഇരട്ട എന്ന് വിളിപ്പേരുള്ള ഗ്രഹം ശുക്രൻ അഥവാ വീനസ് ആണ് ഭൂമിയുടെ ഇരട്ട എന്ന് അറിയപ്പെടുന്ന ഗ്രഹം. സൗരയൂഥത്തിൽ പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുകയും കിഴക്ക് അസ്തമിക്കുകയും ചെയ്യുന്ന ഏക ഗ്രഹം. സൗരയൂഥത്തിൽ പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുകയും കിഴക്ക് അസ്തമിക്കുകയും ചെയ്യുന്ന ഏക ഗ്രഹം ശുക്രൻ അഥവാ വീനസ് ആണ്. മറ്റെല്ലാ ഗ്രഹങ്ങളും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭ്രമണം ചെയ്യുമ്പോൾ ശുക്രൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് ഭ്രമണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യൻ ഉദിക്കുന്നത് എതിരായിട്ട്. ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹം, ഭൂമിയോട് ഏറ്റവും അടുത്ത് ഉള്ള ഗ്രഹം ശുക്രനാണ്. ശുക്രനാണ് ഭൂമിയോട് അടുത്ത ഗ്രഹം. സൾഫ്യൂറിക് ആസിഡ് മേഘങ്ങളും സൾഫ്യൂറിക് ആസിഡ് മഴയും ഉണ്ടാവുന്ന ഗ്രഹം. സൾഫ്യൂറിക് ആസിഡ് മേഘങ്ങളും മഴയും ഉണ്ടാവുന്ന ഗ്രഹം ശുക്രൻ അഥവാ വീനസ് ആണ്. സൾഫ്യൂറിക് ആസിഡ് മേഘങ്ങളും മഴയും ഉണ്ടാകുന്ന ഗ്രഹം. ഭൂമിയേക്കാൾ 90 മടങ്ങ് കൂടുതൽ അന്തരീക്ഷമർദ്ദമുള്ള ഗ്രഹം. ഭൂമിയേക്കാൾ 90 മടങ്ങ് കൂടുതൽ അന്തരീക്ഷമർദ്ദമുള്ള ഗ്രഹം ശുക്രൻ.
ശുക്രനിലെ അന്തരീക്ഷമർദ്ദം ഭൂമിയുടേതിനേക്കാൾ 90 ഇരട്ടി കൂടുതലാണ്. ലൂസിഫർ എന്നറിയപ്പെടുന്ന ഗ്രഹമേത്? ലൂസിഫർ എന്നറിയപ്പെടുന്ന ഗ്രഹമേത്? ശുക്രൻ. ശുക്രനെയാണ് ലൂസിഫർ എന്ന് വിളിക്കുന്നത്. ശുക്രനിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏത്? ശുക്രനിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏത്? മാക്സ്വെൽ മോൺസ്. മാക്സ്വെൽ മോൺസ് എന്നാണ് ഈ പർവ്വതനിരയുടെ പേര്. 11 കിലോമീറ്റർ ആണ് ഈ പർവ്വതനിരയ്ക്ക് ഉയരമുള്ളത്. സൗരയൂഥത്തിലെ ചൂടേറിയ ഗ്രഹം, ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഏതാണ്? സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ ചൂടേറിയ ഗ്രഹം, ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഏതാണ്? ശുക്രൻ അഥവാ വീനസ്. 465 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ പകൽ താപനില അനുഭവപ്പെടുന്നത്. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം, സൗരയൂഥത്തിലെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ. ശുക്രനാണ് ഏറ്റവും തിളക്കമുള്ള ഗ്രഹം. സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹമാണ് ഇനി. ഏതാണ് സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം? ബുധൻ അഥവാ മെർക്കുറിയാണ് സൂര്യന്റെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം. ഭൂമിയിൽ നിന്നും കാണുന്നതിനേക്കാൾ എത്ര വലുതായാണ് ബുധനിൽ നിന്നും സൂര്യനെ കാണാൻ കഴിയുക? ഭൂമിയിൽ നിന്നും കാണുന്ന സൂര്യനേക്കാൾ എത്ര വലുതായാണ് ബുധനിൽ നിന്നും സൂര്യനെ കാണാൻ കഴിയുക? 3 മടങ്ങ് വലുതായി. ഭൂമിയിൽ നിന്ന് കാണുന്ന സൂര്യന്റെ 3 മടങ്ങ് വലുതായി ബുധനിൽ നിന്നും സൂര്യനെ കാണാൻ സാധിക്കും. പൂർണ്ണമായും ഗ്രഹങ്ങളുടെ സവിശേഷതകൾ ഇല്ലാത്ത ഗ്രഹസമാനമായവയ്ക്ക് പറയുന്ന പേര്. പൂർണ്ണമായും ഗ്രഹങ്ങളുടെ സവിശേഷതകളില്ലാത്ത ഗ്രഹസമാനമായവയ്ക്ക് പറയുന്ന പേര് കുള്ളൻ ഗ്രഹങ്ങൾ, ഡ്വാർഫ് പ്ലാനറ്റ്സ്. കുള്ളൻ ഗ്രഹങ്ങൾ അഥവാ ഡ്വാർഫ് പ്ലാനറ്റ്സ്. കുള്ളൻ ഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ്? കുള്ളൻ ഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ്? ഈറിസ്. ഈറിസ് ആണ് കുള്ളൻ ഗ്രഹങ്ങളിൽ ഏറ്റവും വലുത്. ഈറിസിനെ കണ്ടെത്തിയത് ഏതു വർഷമാണ്? ഈറിസിനെ കണ്ടെത്തിയത് ഏതു വർഷമാണ്? 2005. 2005 ഈറിസ് എന്ന കുള്ളൻ ഗ്രഹത്തെ കണ്ടെത്തിയത്. 1930 ഗ്രഹപദവി ലഭിച്ച പ്ലൂട്ടോയ്ക്ക് ആ പദവി നഷ്ടമായത് ഏതു വർഷം? 1930 ഗ്രഹസ്ഥാനം ലഭിച്ച പ്ലൂട്ടോയ്ക്ക് ആ പദവി നഷ്ടമായത് 2006 2006 ബോണസ് ക്വസ്റ്റ്യൻ ആണ് ഇനി. 1846 ആദ്യമായി കണ്ടെത്തിയ ഒരു ഗ്രഹം അതിനുശേഷം 2011 അതിൻ്റെ സൂര്യനെ ചുറ്റിയുള്ള ഒരു പരിക്രമണം പൂർത്തിയാക്കി. ഏതാണ് ആ ഗ്രഹം? നിങ്ങളുടെ ആൻസർ കമന്റ് ചെയ്യൂ. കൂടുതൽ അറിവിന്, കൂടുതൽ ക്വിസിന് ഉണ്ണീസ് വിജയപാത.